ഗൈസ്, എല്ലാവർക്കും ഫാൻ ബ്ലോഗ്സിലെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നെസ്റ്റോ പുഴയ്ക്കലാണ്. അപ്പോൾ അവിടെ പുതിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വിചാരിച്ചു. ചെറിയൊരു ഷോപ്പിംഗ് ആണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വിചാരിച്ചു. എന്നും ഹൈലൈറ്റ് മാളിക്കാണ് പോവാറ്. അപ്പോൾ ഇന്ന് നമുക്ക് നെസ്റ്റോയിലേക്ക് പോകാൻ വിചാരിച്ചു. അവിടെ ഓഫറൊക്കെ ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ അങ്ങോട്ട് പോവാം. ഹലോ ഗൈസ്, അപ്പോൾ നെസ്റ്റോ എത്തിയിട്ടുണ്ട്. അപ്പോൾ പാർക്കിങ്ങിന് സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കിട്ടാണ്. അപ്പോൾ സ്ഥലമില്ല, ഞങ്ങൾ ഉള്ളിലേക്ക് കയറാണ് ഗൈസ്. നല്ല തിരക്കാണ്. ഞങ്ങൾ ആദ്യം ലിക്വിഡിൻ്റെ സെക്ഷനിലേക്ക് പോകണം. ലിക്വിഡിൻ്റെ സെക്ഷൻ നൂഡിൽസ് ഒക്കെ ആകുമ്പോൾ ന്യൂട്ടെല്ലാം എടുക്കണ്ട ഗായ്സ്. ഇത് ഓഫറാട്ടോ. 2 ബൗളും 2 ഫോർക്കും നൂഡിൽസ് 150 രൂപ. അത് ഇത്തിരി ഓഫറാണ് ഗായ്സ്. അപ്പോൾ അതെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓഫർ ചെയ്യുന്നുണ്ട്. ലേസ് മതി, ബിങ്കോ വേണ്ട. ഇത് മൊത്തം ലേസിൻ്റെ സെക്ഷനുണ്ട് ഗൈസ്. മാഡാങ്കിൾസ് വേണ്ട, ലേസില്ല ഗൈസ്. ഇവിടെ ബിങ്കോ മാത്രമേ ഉള്ളൂ, ലേസില്ല. ബിങ്കോ ഇത് മൊത്തം ബിങ്കോയുടെ സെക്ഷനാണ്. ഇവിടെ ഒരു സൈഡിൽ ബിസ്ക്കറ്റ്, ഒരു സൈഡിൽ ബിങ്കോ ലേസ്. ലിക്വിഡിൻ്റെ സെക്ഷനാട്ടോ. ഇവിടെയൊക്കെ ന്യൂട്ടല്ല, ബൂസ്റ്റ്, ഹോർലിക്സ് എല്ലാ സാധനങ്ങളാണ്. ഇവിടെ കപ്പ്, ബാത്റൂം അതിൻ്റെ ഉള്ളിലിരിക്കണുണ്ട്. നമ്മൾ ഇതായിട്ട് എടുക്കുക. ഇവിടെ ചായയുടെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ബ്രൂ, ഗ്രീൻ ടീ ഓഫർ ഉണ്ടെന്നുണ്ട്. എനിക്ക് ഇവിടെ വന്നിട്ട് ആകെ ഓഫറിന് ഈ സാധനം മാത്രമല്ലോ. 199 രൂപയാണ് ഞാൻ ലാഭം. ഇത് കൂൾ ഡ്രിങ്ക്സിൻ്റെ സെക്ഷൻ. അറ്റത്തുനിന്ന് എടുത്താൽ തണവുള്ളത് കിട്ടും. ഇതൊക്കെ സെക്ഷൻ എന്നറിയില്ല.
ഇത് കേക്കിൻ്റെ സെക്ഷൻ ഉണ്ടാവും, നല്ല അടിപൊളി കേക്ക്. ഇവിടെ ഒരു മീൻ നോക്കിയത് ചത്തോന്നറിയില്ല, കിടക്കില്ല. ഗായ്സ് 3 കിലോ സബോള 100 ഇട്ടാണ്, പക്ഷെ ഇവിടെ 2 കിലോ സബോള ചീഞ്ഞതാട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിറങ്ങി. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഒടുക്കത്തെ മഴയാണ്. എനിക്ക് വലിയ ഓഫറായിട്ടൊന്നും തോന്നിയില്ല. മൊത്തം ഒരു 2500 വന്നു മൊത്തം. കുഴപ്പമില്ല. എന്നാലും ഹൈലൈറ്റ് മാള് വെച്ച് നോക്കുമ്പോൾ സെയിം ഇനെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. നമുക്ക് പപ്പയുടെ അമ്മയുടെ അഭിപ്രായം ചോദിച്ചോക്കാം. നെസ്റ്റോ കുഴപ്പമില്ല, പക്ഷേ നെസ്റ്റോയില് കൂടുതൽ സാധനങ്ങളുണ്ട്. അതായത് സൂപ്പർ മാർക്കറ്റിൽ പരമാവധി നമുക്ക് സെലക്റ്റീവായിട്ട് എടുക്കാൻ സാധനങ്ങൾ ആളുകളെ അപേക്ഷിച്ചിട്ട് കൂടുതൽ ഓഫർ എന്ന് പറഞ്ഞിട്ട് ആളുകൾ വളരെ തിക്കും തിരക്കുണ്ടാക്കിയിട്ട് വരുന്നുണ്ട്. എടുക്കണം നമ്മൾ ടൈമിനനുസരിച്ച് നമ്മൾ സമയം കണ്ടെത്തിയിട്ട് വരണം. കുറച്ച് സമയം വേണം അതൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട്. തിരക്കും കാര്യങ്ങളിലായിട്ട് അതുപോലെ വെജിറ്റബിൾ ആണെങ്കിൽ തക്കാളിക്ക് 15 രൂപയുള്ളൂ, സബോള ആണെങ്കിൽ 3 100 രൂപ. പിന്നെ പറഞ്ഞ പോലെ ഹോം അപ്ലയൻസ് സാധനങ്ങളൊക്കെ നല്ല ഓഫറുകളുണ്ട് ഇവിടെ. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഏകദേശം 6-6:45 കയറിയപ്പോൾ നമ്മൾ തിരിച്ചു വന്ന് 8:30 വന്നത്. പാർക്കിംഗ് ആണ് മെയിനായിട്ട് പറയാനുള്ളത്. പാർക്കിംഗ് വളരെ മോശമായിരുന്നു. നമ്മുടെ ഹൈലൈറ്റിന്റെ അത്ര സ്ഥലമില്ല, ആകെ ഇതില്ല. പിന്നെ സബോളൊക്കെ ചീഞ്ഞതാണ്, പകുതി വെജിറ്റബിൾസ് ചീഞ്ഞാണ്. 3 കിലോ 99 ആണെങ്കിലും പക്ഷെ അതിൽ 1 കിലോ ചീഞ്ഞതാവും. 1 കിലോ 2 കിലോ ചീഞ്ഞതാവും. ആകെ ഒരു ഇതായിരുന്നു. പിന്നെ പപ്പ പറഞ്ഞ പോലെ സെലക്ട് ചെയ്ത് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. നല്ല മഴയാ. പാർക്കിംഗ് വളരെ മോശമാകും. എന്താ വെച്ചാൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള പാർക്കിങ്ങും സൗകര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്ക് വെച്ചാൽ നല്ല തിരക്ക്. അതുകൊണ്ട് നമുക്ക് നോക്കി സെലക്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ തന്നെ പോയത് ഒരു 6 മണിയോടുകൂടിയാണ് പോയത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ടൈമും കൂടുതൽ നേരം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോർ മാത്രം തന്നെ ഞങ്ങൾക്ക് അങ്ങനെ നോക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ. ശരിക്കും 2 ഫ്ലോർ ഉണ്ട്. പിന്നെന്താ പറയാന്ന് വെച്ചാൽ വിലയിൽ വ്യത്യാസം എന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ നോക്കിയും പർച്ചേസ് ചെയ്യണം. അതിന് നമുക്ക് സമയവും കാര്യങ്ങളൊക്കെ വേണം. നമുക്ക് ഭയങ്കര തിരക്കും കാര്യങ്ങളാകുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ട്. കുഴപ്പമില്ല, നമുക്ക് വില അത്ര അധികമായിട്ട് അങ്ങനെ തോന്നണമെന്നില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾ പർച്ചേസ് ചെയ്തു. ഒരു 10,000-2,500 ഞങ്ങൾ പർച്ചേസ് ചെയ്തു. അങ്ങനെ പിന്നെ കേക്കും കാര്യങ്ങൾക്കൊക്കെ ഒരു കുറച്ച് വില, അതൊക്കെയാണല്ലോ കുട്ടികൾ കൂടുതൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ എടുത്തു. പിന്നെ വീട്ടിലേക്ക് കുറച്ച് ആവശ്യങ്ങൾക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. അങ്ങനെ എല്ലാവരും നെസ്റ്റോയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാം അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നുള്ളത്. ഹൈലൈറ്റ് മാളിലെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ അത്ര തിരക്കും കാര്യങ്ങളൊക്കെ കുറവ് ഫീൽ ചെയ്തു. പക്ഷെ അതിനേക്കാൾ സാധനങ്ങൾ കൂടുതലുണ്ട് ഇവിടെ. അപ്പം അതിൻ്റെതായ ഒരു ഇതുണ്ട്. ശരി.